നമസ്കാരം. നമസ്കാരം. പരമ്പരാഗതമായ അനുഷ്ഠാന രീതികളിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു തിറയാട്ടമാണ് അല്ലെ തെയ്യക്കോലമാണ് തീക്കുട്ടിച്ചാത്തൻ താങ്കൾ കിട്ടുന്നത്. പക്ഷേ ഒരു സെൽഫ് ഇംപ്രവൈസേഷൻ എപ്പോഴും താങ്കൾ കൊണ്ടുവരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ താങ്കൾ അത് പറയുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്? തീക്കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു നിമിത്തം എത്തിപ്പെട്ടു. പക്ഷേ അവിടുത്തെ വേഷവിധാനങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. പഴയ കാലങ്ങളിൽ അഷ്ടകോൺ പന്തായിരുന്നു വെക്കാറ്. പിന്നെ ഒടയായിരുന്നു. വേഷവിധാനത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാരണം പഴയ കാലത്തെ വേഷം അതേപോലെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറി വന്നതായിരുന്നു. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു വേഷം അവിടെ അതുവരെ ഒരു 3 മണി ആ ഒരു ടൈമിന് 1, 3, 4, 5, 6 ഈ തെയ്യം കാണാനുള്ളതായിരുന്നു. അപ്പോൾ നമുക്കെന്ത് ചെയ്യണം? അന്നേ ഈ ഒരു തെയ്യം കിട്ടിയപ്പോൾ നമ്മൾ നമുക്കെന്തെങ്കിലും ഇതിലേക്ക് ചെയ്യാൻ പറ്റും. ഈ ചടങ്ങുകളും അതുപോലെ തന്നെ രൂപങ്ങളും മാറാതെ കണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ആലോചന എൻ്റെ മനസ്സിൽ വന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാൻ അതിൽ അത്യാവശ്യം ചില മാറ്റങ്ങളൊക്കെ വരുത്തി. അത്യാവശ്യം ഈ ഒട എന്ന് പറയുന്നത് അത് ശരീരത്തിന് ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയ്ക്ക് നമ്മുടെ കൈ ഫ്രീ ആവില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ കളിക്കണം. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ മെയ്ത്തട്ട് കയറ്റി. മെയ്ത്തട്ട് എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ നിൽക്കും, ഇവിടെ കവർ ചെയ്ത്, അപ്പോൾ കൈ ഫ്രീ ആണ്. പന്തം നമ്മൾ അഷ്ടകോണം മുറിച്ചിട്ട് ഓരോ ഹാഫ് പന്തങ്ങളാക്കി, 16 പകുതി പന്തങ്ങളാക്കി. മുഖത്ത് കുട്ടിച്ചാത്തൻ്റെ യഥാർത്ഥ തോട മാറ്റിക്കൊണ്ട് ഖണ്ഡാകർണൻ്റെ ഉപയോഗിക്കുന്ന ആ ഒരു തോട വെച്ചു. പൊയ്ക്കണ്ണ് നിർബന്ധമാണ്, ചാത്തന് നിർബന്ധമാണ്, അത് വെച്ചു. പിന്നെ പൊയ്ക്കണ്ണും വട്ടമുടിയും. അപ്പോൾ തന്നെ ഏകദേശം ആ കോലം മാറി. അപ്പോൾ പണ്ടുള്ളവർ ആ ഒരു ഭാഗത്ത് പോയി ചോദിച്ചാൽ പണ്ടുള്ള തീക്കുട്ടിയാണോ ഇപ്പോഴത്തെ തീക്കുട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് പറയാൻ പറ്റും. അങ്ങനെ മാറ്റിയപ്പോൾ അതിൽ ചടങ്ങ് എന്ന് പറയുന്നത് ഈ തോറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്തത്തിന് തീ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രദക്ഷിണം കഴിഞ്ഞാൽ പന്തം പെട്ടെന്ന് തീർക്കുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു. പക്ഷെ നമ്മളത് ചെയ്തു. നമ്മളതിന് പ്രദക്ഷിണം വെച്ചു. നമ്മൾ പീഠത്തിൽ കയറി വിളിച്ചറിയിക്കൽ തുടങ്ങി. വിളിച്ചറിയിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പണ്ടത്തെ തോറ്റം വിടാതെ കണ്ട് ആ തോറ്റത്തിലിറങ്ങി. പിന്നെ കൂടുതൽ സമയം തീയുമായിട്ട് കളിച്ച്, കൂടുതൽ സമയം അതിന് താളമിട്ട്, അതിന് പന്തത്തിനൊരു താളമുണ്ട്, പൊതുവായിട്ടൊരു താളമുണ്ട്. ആ താളോട് ഇതിൽ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഏകദേശം നമുക്കൊരു 1 മണിക്കൂർ വരെ ഈ തെയ്യം കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഈ തെയ്യം ഞാൻ അവിടെ കെട്ടിയാടുന്നത്. അപ്പോൾ തന്നെ മീഡിയാസൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു, മീഡിയാസൊക്കെ വന്നു. അപ്പോൾ അടുത്ത വർഷം കുറച്ചുകൂടി ആൾ കൂടി. അപ്പോൾ അടുത്ത വർഷം എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. അതിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്തി. അതിൽ വിളിച്ചറിയിക്കുന്നത് നമ്മൾ കൂടുതലും കുട്ടിച്ചാത്തൻ്റെ ചരിത്രത്തിലേക്ക് കുറച്ച് കയറി ചെന്നു. പണ്ടുള്ള ഒരുപാട് എഴുതപ്പെട്ട രേഖകളുണ്ടല്ലോ, ആ രേഖകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടിച്ചാത്തനായിട്ട് ബന്ധപ്പെട്ട കുറേ ഡയലോഗുകൾ അല്ലെങ്കിൽ കുട്ടിച്ചാത്തനായിട്ട് എഴുതപ്പെട്ട കുറേ കാര്യങ്ങൾ അത് നമ്മൾ വരവിളിലേക്ക് ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ മനസ്സിൽ ആ സാധനം ഇങ്ങനെ എഴുതി നമ്മൾ ചൊല്ലി. അപ്പോൾ ഏകദേശം ഓക്കെ ആയ ഈ രീതിയിൽ നമ്മൾ ആ വരവിളി തന്നെ മാറ്റി. പണ്ട് കാലങ്ങളിൽ ഈ വാമൊഴി ഇല്ലായിരുന്നു, പീഠത്തിൽ കയറി വിളിച്ചറിയിക്കുന്നൊരു ഇതില്ലായിരുന്നു. അത് അവിടെ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി. അന്ന് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. പിന്നെ ഓരോ കൊല്ലം കഴിയുമ്പോൾ കുട്ടിച്ചാത്തനായിട്ട് കൂടുതലായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ കുട്ടിച്ചാത്തൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. കൂടുതൽ നമ്മൾ കുട്ടിച്ചാത്തനെ ഫോക്കസ് ചെയ്തു. അപ്പോൾ കുട്ടിച്ചാത്തൻ്റെ ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ കുറേ ബുക്കുകൾ എന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഈ ഒരു തെയ്യത്തിന് ഉപകാരപ്പെടും. മുഴുവൻ എടുക്കാതെ ചില കാര്യങ്ങൾ കുട്ടിച്ചാത്തൻ്റെ ആയ യാത്രകളും അതുപോലെ തന്നെ അനുഭവങ്ങളും ആ ജീവിത രീതികളും എല്ലാം എടുത്തുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഇതെഴുതി. അപ്പോൾ അതിൽ കാളകാട്ടച്ചൻ്റെ ദുർമന്ത്രവാദത്തിന് ഇരയായിട്ടാണ് ഈ കുട്ടിച്ചാത്തനെ ഇല്ലാണ്ടാക്കുകയാണ്, വികൃതി പയ്യനെ ഇല്ലാണ്ടാക്കുക. പക്ഷേ അവിടെയും കുട്ടിച്ചാത്തൻ തീരുന്നില്ല. ആ നാൽപ്പാമര വിറകുന്ന് കുട്ടിച്ചാത്തൻ ഒരു സ്ഫോടനം പോലെ, കാളകാട്ടില്ലത്തെ ചുട്ടുപൊട്ടിക്കുന്നൊരു സ്ഫോടനം പോലെ പൊട്ടി ഓരോ ഈ കഷ്ണത്തിൽ നിന്നും 398 കഷ്ണങ്ങളായിട്ടാണ് ഇന്ന് ഹോമിക്കുന്നത്. ഈ 398 കഷ്ണങ്ങളിൽ നിന്ന് ഓരോ ചാത്തനുണ്ടായിരുന്ന ഓരോ ചാത്തനും അങ്ങനെയാണ് ഈ പൂവിലേക്ക് വീകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പൂജ നടക്കുമ്പോൾ അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടാവും? പൂവുണ്ടാവും, അതുപോലെ തന്നെ കരി ഉണ്ടാവും, മണി ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് പൊട്ടുന്ന ആ ഒരു ഇതിൽ ഓരോന്നിൽ വീഴുന്ന ഓരോ കഷണങ്ങളും ഓരോ ചാത്തനായി മാറിയുന്ന 398 ചാത്തനുണ്ട്. അതിൽ എല്ലാത്തിൻ്റെ പേര് എനിക്കറിയില്ല.
ഒരുപാട് 392 എഴുതപ്പെട്ട് ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടത്, പഠിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ എന്നുള്ള പൂക്കുട്ടി, കരിങ്കുട്ടി, പറക്കുട്ടി, തീക്കുട്ടി, പിന്നെ ഒന്ന് വടകര, തലശ്ശേരി മണിക്കുട്ടി. അതായത് പൂവിലേക്ക് വീണത് പൂക്കുട്ടിയായിട്ട് വന്നു, കരിയിൽ വീണത് കരിങ്കുട്ടിയായിട്ട് വന്നു, പറന്നു പോയത് പറക്കുട്ടിയായി, അങ്ങനെ തന്നെ മണിയിൽ ചെന്ന് വീണ മണിക്കുട്ടിയായി. അങ്ങനെ ആ ഒരു ഇത് വായിച്ചപ്പോൾ അത് ഈ ഒരു വാമൊഴിയിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നി. കാരണം കുട്ടിച്ചാത്തനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷം അത് ഇങ്ങോട്ട് ആ വാമൊഴി മൊത്തം അങ്ങോട്ട് ഇട്ടു. അപ്പോഴത്തേക്ക് ഏകദേശം സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ആൾ കൂടി, ഈ 6, 10, 15 ആളുകളെടുത്ത് പിന്നെ 150ആയി, 300ആയി, ആയിരങ്ങളായി. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വിളിച്ചറിയിക്കുന്ന ആ വാമൊഴി ഇപ്പോഴും ഉണ്ട്. അത് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കഴിക്കുന്നത്. അത് പിന്നെ ആ തീക്കുട്ടിക്ക് ശേഷം എനിക്ക് വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ തീക്കുട്ടി കെട്ടാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഓരോ കൊല്ലവും നമ്മൾ ആ തീക്കുട്ടി ചെയ്യുമ്പോൾ എന്തുണ്ട് പുതിയത് എന്ന് ഇപ്പോഴും നമ്മൾ നോക്കുന്നുണ്ട്. ആ കോലത്തെ ഇനിയും ഇങ്ങനെ എന്താ പറയുക, അത്രയ്ക്ക് നല്ലൊരു തെയ്യമാണ് തീക്കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത്. അത് ആൾക്കാർ കണ്ണൂർ ഭാഗത്ത് തന്നെ തീക്കുട്ടിച്ചാത്തനൊന്നുമില്ല. കണ്ണൂർ ഭാഗത്ത് നിന്ന് തന്നെ വണ്ടിയൊക്കെ വിളിച്ച് കാണാൻ ആൾ വരുന്നുണ്ട് തീക്കുട്ടിച്ചാത്തൻ തെയ്യം കാണാൻ. അപ്പോൾ അങ്ങനെയാണ് തീക്കുട്ടിച്ചാത്തൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ഇപ്പോൾ ഏത് ക്ഷേത്രങ്ങളിലാണ് തീക്കുട്ടിച്ചാത്തൻ തെയ്യം കെട്ടിയാടുന്നത്? തീക്കുട്ടിച്ചാത്തൻ ഒന്ന് കിടാരത്തിലുണ്ട്, പിന്നെ ഒന്ന് പൂക്കാട് അറക്കിലാടത്തുണ്ട്. അതൊക്കെ പണ്ടേ കെട്ടിപ്പോരുന്നതാണ്. പിന്നെ ഒന്ന് തച്ചക്കണ്ടി, ബാലുശ്ശേരി തച്ചക്കണ്ടി ക്ഷേത്രത്തിലുണ്ട്. പിന്നെ ഒന്ന് താമരശ്ശേരി ചുണ്ടൻകുഴി വിഷ്ണുമായ സ്ഥാനത്തുണ്ട്. അവിടെ തീക്കുട്ടിയും പറക്കുട്ടിയുണ്ട്.